ഇപ്പോൾ ഓണം ആയതുകൊണ്ട് താൽക്കാലത്തേക്ക് നിർത്തിയതാണ്. അത് തുടരും. ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടരും. കഴിഞ്ഞ 10-20 ദിവസമായിട്ട് KPCC, UDF, കോൺഗ്രസിൻ്റെ വിവിധ പോഷക സംഘടനകൾ, വിവിധ ഘടകകക്ഷികൾ, ഇപ്പോൾ ലീഗിൻ്റെ സമരം ഉണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം ലീഗിൻ്റെ സമരം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 20 ദിവസത്തിൽ എല്ലാവരും സമരരംഗത്തായിരുന്നു. യൂത്ത് കോൺഗ്രസ് സമരരംഗത്തായിരുന്നു, മഹിളാ കോൺഗ്രസ് സമരരംഗത്തായിരുന്നു, എല്ലാ പാർട്ടികളും സമരരംഗത്താണ്. ഓണമല്ലേ, ഒരു 2-3 ദിവസം ഗ്യാപ്പ് കഴിഞ്ഞാൽ വീണ്ടും ആ സമരം ഞങ്ങൾ ആരംഭിക്കും. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് ഞങ്ങൾ ഡിമാൻഡ് ചെയ്തേക്കുന്നത്. ഗുരുതരമായ ആരോപണമാണ് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉണ്ടായിരിക്കുന്നത്. അല്ല, അതൊക്കെ രാഷ്ട്രീയമായി അവരെടുക്കേണ്ട തീരുമാനമാണ്. അവർ വിലയിരുത്തുന്നത് അവരുടെ സ്ഥിതി എന്താണ്, അവർ പറയുന്ന വാക്കിന് അവരുടെ പാർട്ടിയുടെ അഭിപ്രായമല്ലേ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്, അതിന് വല്ല വിലയുണ്ടോ എന്ന് അവർ സ്വയം പരിശോധിക്കട്ടെ. ഞങ്ങളതൊന്നും രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്തി അതൊന്നുമല്ല. അതൊക്കെ അവർ തീരുമാനിക്കട്ടെ. അവരുടെ സ്ഥിതി എന്താണ്, പാർട്ടിയിൽ അവർക്ക് വല്ല സ്വാധീനവും ഇടതു മുന്നണിയിലുണ്ടോ എന്ന് അവർ തീരുമാനിക്കട്ടെ. അവർ ഇത്രയും ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇടതു മുന്നണി യോഗം ചേരുമ്പോൾ അജണ്ടയിൽ പോലും ഉണ്ടായില്ല എന്നാണ്. എന്തൊരു ഇൻസൾട്ടാണ് ഘടകകക്ഷികൾക്ക്. ഒരു ഘടകകക്ഷി നേതാവ് തന്നെയാണ് പുറത്തു വന്നിട്ട് പറഞ്ഞത് അജണ്ടയിൽ പോലും ഉണ്ടായില്ല എന്ന്. ഇവർ ഇത്രയും ദിവസം പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ലേ ഇത്? ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് നാഷണൽ മീഡിയ പോലും ഡിസ്കസ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ LDF യോഗം ചേരുമ്പോൾ അജണ്ടയിൽ വെക്കാൻ സൗകര്യമില്ല. മനസ്സിലായേ? അത് ഘടകകക്ഷികൾ കൂടി മര്യാദയ്ക്ക് ഇരുന്നാൽ മതി എന്നാണ് ഘടകകക്ഷികൾക്ക് കൊടുക്കുന്ന മെസ്സേജ്. അത് അവരാലോചിക്കട്ടെ, ഞങ്ങളല്ലല്ലോ. സമയമായില്ല ദാസ ഒന്നിനും. അത് കണ്ടല്ലോ, SFIക്കാർ വന്ന് ഈ ബാലറ്റ് പേപ്പർ എടുത്ത് കീറി അവർ കസേര എടുത്ത് അതിൻ്റെ ഒടിച്ച് KSUക്കാർക്ക് നേരെ എറിഞ്ഞു. പോലീസ് നന്നായി നോക്കി നിന്നു. ഇതാണ് പോലീസിൻ്റെ സ്ഥിതി. അക്രമികൾ പോലീസിനെ, നല്ല പോലീസ് സേനയുണ്ടായിരുന്നു, അക്രമികൾ പോലീസിനെ തള്ളി മാറ്റിയിട്ടാണ് SFI ഗുണ്ടകൾ അകത്തേക്ക് പോയത്. പിള്ളേരെ നന്നായിട്ട് തല്ലി, പെൺകുട്ടികളടക്കം ആളുകളെ ഉപദ്രവിച്ചു. അവസാനം പോലീസ് എന്ത് ചെയ്തു? KSUക്കാരെ അറസ്റ്റ് ചെയ്ത് മാറ്റി. എന്തൊരു പോലീസാണിത്! അക്രമം ഉണ്ടാക്കിയ ആളുകൾ വേറെ വീട്ടിലേക്ക് പോയി. പോലീസ് KSUക്കാരെ അടികൊണ്ട KSUക്കാരെ അറസ്റ്റ് ചെയ്ത് മാറ്റി. നല്ല പോലീസ്. അതാണ് കേരളത്തിലെ പോലീസ് എത്രമാത്രം പരിഹാസ്യമാകുന്നു. നീതി നിർവഹണത്തിൽ പരാജയപ്പെടുകയാണ്. ഞാൻ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള സമരമല്ല പറഞ്ഞത്. ഈ പോയിന്റ്, ഈ ഡിവിസീവ് പൂളുള്ള കാര്യം 2.5% ഉണ്ടായിരുന്നത് 1.92 ആ പോയിന്റിൽ ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കൂടെയാണ്. കോൺഗ്രസ് ഇന്ത്യയിൽ എടുത്തിരിക്കുന്ന പൊസിഷനാണ്. അത് ഫൈറ്റ് ചെയ്ത് ഫിനാൻസ് കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ഫിനാൻസ് കമ്മീഷൻ 16ാം ധനകാര്യ കമ്മീഷൻ്റെ മുമ്പിൽ ഈ കാര്യം അവതരിപ്പിക്കാൻ കോൺഗ്രസ് ഒരുമിച്ചിരിക്കും. ഇപ്പം ഞങ്ങളുടെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ കൂടി അനുവാദമില്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ മന്ത്രിമാർ വരുമോ? ഇല്ലല്ലോ. ഞങ്ങൾ കൂടി സമ്മതിച്ചു. ആ പോയിന്റിൽ ഞങ്ങളുണ്ട്. നിങ്ങൾ എൻ്റെ പഴയ ഇത് നിങ്ങൾ റെക്കോർഡിൽ നോക്കിയാൽ മതി. ഞാൻ ഈ പോയിന്റ് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു. അതിന് ഞങ്ങൾ ഒരുമിച്ചാണ്. പിന്നെ ഇവരുടെ മുഴുവൻ ഈ ധനകാര്യ രംഗത്തെ മിസ്മാനേജ്മെൻറ്റ് അത് മുഴുവൻ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ സമരത്തിന് വിളിച്ചപ്പോഴാണ് ഞങ്ങളില്ല, ഒറ്റയ്ക്ക് പോയാൽ മതി എന്ന് പറഞ്ഞത്. അതിനൊന്നും ഞങ്ങളില്ല. പിന്നെ പറഞ്ഞ 55,000 കോടി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടിയ സംസ്ഥാനമാണ് കേരളം. അത് ഞാൻ പറഞ്ഞു ഇന്ന്. പക്ഷേ അത് അവരുടെ ദയയിൽ തന്നാണ്. അങ്ങനെ പാടില്ല. അതും ഇതിൻ്റെ കമ്പോണൻ്റ് ആക്കണം. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് പ്രധാനപ്പെട്ട ഘടകമാണ് അല്ലേ? ഒരുപാട് ഡാമേജ് കേരളത്തിൽ ഉണ്ടാകുന്നു. കേരളം അപകടകരമായ ഒരു അവസ്ഥയിലാണ്. ഇനി മുതൽ ഡിവിസി പൂളിൽ നിന്ന് പണം നൽകുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാക്കുന്ന അപകടങ്ങൾ കൂടി ഒരു കമ്പോണൻ്റ് ആക്കണം. അത് നമ്മൾ പുതിയതായിട്ട് വെച്ച ഒരു നിർദ്ദേശമാണ്. പിന്നെ ഫോറസ്റ്റ് 29% ഫോറസ്റ്റാണ് കേരളത്തിൽ. ആ വനം സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായ സഹായം വേണം. പിന്നെ വൾണറബിൾ ആയിട്ടുള്ള ജനങ്ങളാണ്, അവശരായിട്ടുള്ള ജനങ്ങളാണ് തീരപ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളും മലയോരങ്ങളിലുള്ള കർഷകരും. ഇവരെ രണ്ടുപേരെയും പ്രത്യേകമായി പരിഗണിക്കണം. അതെല്ലാം നിശ്ചയിച്ചിട്ട് വേണം ഇതിൻ്റെ ഡിവിഷൻ, ടാക്സിൻ്റെ പുനർവിതരണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മൾ അതൊക്കെ ഒന്നിനും മാറ്റം ഉണ്ടായിട്ടില്ല. പഴയ കാര്യങ്ങൾ തന്നെയാണ്. അല്ല, ഗുരുതരമായ ഒരു വിഷയമാണ്. 2 വിഷയമുണ്ട്. ഒന്ന്, ഈ പോലീസ് തന്നെ ഫോൺ ചോർത്തുന്നു, പിന്നെ ഈ ആരോപണം ഉന്നയിച്ചാലും ഫോൺ ചോർത്തുന്നുണ്ട്. രണ്ടും നിയമപരമായ നടപടികൾ ഞങ്ങൾ നോക്കുന്നുണ്ട്. കോടതിയൊക്കെ അവധിയായതുകൊണ്ട് ഉറപ്പായിട്ട് ഞങ്ങളത് പരിശോധിക്കുന്നുണ്ട്.
ഞങ്ങൾ അഭിഭാഷകരുമായിട്ട് പരിശോധിക്കുന്നുണ്ട് ഇത്തരം കാര്യം. ഇത് വളരെ ഗൗരവമുള്ള കാര്യം. അപ്പോൾ നമ്മുടെ എല്ലാവരും ഫോൺ ആദ്യം നമ്മുടെയൊക്കെ അല്ലേ ടാപ്പ് ചെയ്യുള്ളൂ, എന്നിട്ടല്ലേ മന്ത്രിമാരെ ടാപ്പ് ചെയ്യുമെങ്കിൽ പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഫോൺ ടാപ്പ് ചെയ്യാൻ പറ്റുക? അത് ചെയ്യണ്ടാവും, ഭംഗിയായിട്ട് ചെയ്യണ്ടാവും. അതാണല്ലോ അവർ ജോലി. അവരെന്നിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് സമരം നടത്തും, അവിടെ ഫോൺ ചോർത്തതിനെതിരെ ഇവിടെ ഫോൺ ചോർത്തു. അതാണ് ഇരട്ടത്താപ്പാണ്, ഇരട്ടത്താപ്പാണ്. ഞാൻ വല്ല ആ പാവങ്ങളെ കുറിച്ചൊക്കെ വെറുതെ എന്നോട് ചോദിക്കില്ലേ, അവർക്കൊക്കെ വല്ല കാര്യമുണ്ട് ഇന്നത്തെ? വല്ല കാര്യം ആർക്കെങ്കിലും വല്ല കാര്യമുണ്ട്? തൃപ്തി അല്ലാതെയാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് പാർട്ടി സെക്രട്ടറി പറയും. ഞാൻ തൃപ്തിയോടുകൂടി അല്ല സംസാരിക്കുന്നത്. സംസാരിക്കാൻ നിർബന്ധിതനായ, നിവൃത്തിയില്ലാത്തതുകൊണ്ട് സംസാരിക്കാമെന്നല്ലേ പറഞ്ഞത്. എല്ലാവരുടെയും മനസ്സ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മുഖം നോക്കിയാൽ വായിച്ചെടുക്കാമല്ലോ. പക്ഷെ ആർക്കും ഒരു കാര്യമില്ല, മനസ്സിലായോ? ഈ അവസാന കാലത്ത് അങ്ങനെയാണ്.